തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഇന്ന് ചെറിയൊരു കഷ്ണം ചക്ക കൊണ്ട് തന്നു കേട്ടോ. അപ്പം നമ്മൾ മഴയൊക്കെ ഇങ്ങനെ നിർത്താണ്ട് പെയ്യുന്നതുകൊണ്ട് തന്നെ ചക്കയിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മധുരം കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു ചക്ക പായസം അങ്ങോട്ട് ഉണ്ടാക്കാം. എന്തായാലും മഴയല്ലേ, മഴയത്ത് ചൂട് ചക്ക പായസം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം ചക്ക വൃത്തിയാക്കി കേട്ടോ. ചെറിയൊരു കഷ്ണമായിരുന്നു, അതുകൊണ്ട് വേഗം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ ചുളയൊക്കെ പറിച്ച് റെഡിയാക്കി കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിനകത്ത് ചക്കയുടെ പീസ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലൊക്കെ അടിച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ചൂടാറിയതിൻ്റെ ശേഷം മാത്രമേ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പാടൂ, ഇല്ലെങ്കിൽ സംഭവബഹുലമായ പല കാര്യങ്ങളും നടക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് അതൊന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് അത് അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. അങ്ങനെ നമ്മളുടെ ശർക്കരയുടെ പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അളവിൽ അങ്ങോട്ട് കുറച്ച് ശർക്കര ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. മധുരത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഈ ചക്കയിൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് വെന്ത് കഴിഞ്ഞപ്പോഴും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളൊരു എന്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ആ പ്യൂരി ഒന്ന് മാറ്റുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് ഗ്യാസ് ഓണാക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും രണ്ടും കൂടിയിട്ട് ഒന്ന് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, വേണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ. ഏകദേശം 1.5 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചിരകിയിട്ട് അതിൻ്റെ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നെയ്യിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. ഒരു 3 പിടി തേങ്ങാക്കൊത്ത് ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിയിൽ വറുത്തെടുത്തിട്ട് നമ്മളുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചക്ക പായസം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.